ആയെന്ന് നിങ്ങൾ എല്ലാവരോടും തന്നെ പറയുകയാണ്, വെറും 2 സെക്കൻഡ് സമയം മാത്രം മതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം T20 വേൾഡ് കപ്പ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ IPL എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഈ ഒരു T20 വേൾഡ് കപ്പിലെ ഓരോ പ്ലേയേഴ്സിൻ്റെയും സെലക്ഷന് വേണ്ടി. നമുക്കറിയാം സഞ്ജു സാംസൺ എത്ര നല്ല രീതിയിൽ കളിച്ചാലും അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഇല്ല എന്ന പേരിൽ പലപ്പോഴും അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അതിനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിക്ക് ബസ് എന്ന് പറയുന്ന പ്രമുഖ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ആ ഒരു സെലക്ഷൻ നടക്കാൻ പോകുന്നത് T20 വേൾഡ് കപ്പിലേക്കുള്ള സെലക്ഷൻ നടക്കാൻ പോകുന്നത് മെയിലെ ഫസ്റ്റ് വീക്കിലാണ്. ഈ ഒരു ടീം വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വിരാട് കോഹ്ലി ഉറപ്പായിട്ട് ടീമിൽ ഉൾപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും ടീമിലുണ്ടാകും. അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആയിരിക്കും വിക്കറ്റ് കീപ്പർ, അദ്ദേഹത്തെ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ യശസ്വി, രോഹിത് ശർമ്മ അതുപോലെ വിരാട് കോഹ്ലി ആകുമെന്ന് ഒരു ക്രിക്ക് ബസ് എന്ന് പറഞ്ഞ പ്രമുഖ മാധ്യമം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മയങ്ക് യാദവിൻ്റെ പേര് സെലക്ഷൻ കമ്മിറ്റിയുടെ ലിസ്റ്റിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ കീനായിട്ട് സെലക്ഷൻ കമ്മിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനിയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ട് ഈ ഒരു T20 വേൾഡ് കപ്പിൻ്റെ ടീമിലുണ്ടായിരിക്കും. ഇവിടെ സഞ്ജു സാംസൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഋഷഭ് പന്ത് ടീമിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജുവിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ, അതായത് സഞ്ജുവിനെ ചിലപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയെന്ന് വരാം, പക്ഷേ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ KL രാഹുലും മിക്കവാറും ടീമിലുണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ ചിലപ്പോൾ സഞ്ജു സാംസൺ ടീമിലേ ഉണ്ടാകില്ലെന്ന് വരാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ഒരു IPL വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചേ സാധിക്കത്തുള്ളൂ. ഋഷഭ് പന്ത് അതുപോലെ തന്നെ KL രാഹുൽ ഇവർക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അവർ അത്യാവശ്യം അവർ ടീമിലെടുക്കും. പക്ഷേ സഞ്ജു സാംസൻ്റെ കാര്യം നേരെ വ്യത്യസ്തമാണ്. അദ്ദേഹം അത്ര പീക്ക് ലെവലിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ ടീമിലേക്ക് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും തഴയും. സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.